ഫോസിൽ ഇന്ധനങ്ങൾ തീർന്നു പോകുമോ എന്ന ആശങ്ക ലോകത്ത് വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ ആശ്വാസകരമാകുന്ന മറ്റൊരു കണ്ടെത്തലാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുറഞ്ഞത് 200 വർഷമെങ്കിലും ലോകത്തിന്റെ ഇന്ധനക്ഷാമം പരിഹരിക്കാൻ ശേഷിയുള്ള 6.2 ട്രില്യൺ ടൺ ഹൈഡ്രജൻ ഗ്യാസ് ഭൂമിക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് പുതിയ പഠനങ്ങൾ മുന്നോട്ട് വെക്കുന്ന അനുമാനം. സയൻസ് അഡ്വാൻസസ് ജേണലിൽ ഡിസംബർ 13 പ്രസിദ്ധീകരിച്ച മോഡൽ പ്രൊഡിക്ഷൻസ് ഓഫ് ഗ്ലോബൽ ജിയോളജിക് ഹൈഡ്രജൻ റിസോഴ്സസ് എന്ന പഠനമാണ് ഇത്തരത്തിൽ മറിഞ്ഞിരിക്കുന്ന മഹാ ഇന്ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും വ്യക്തമാക്കുന്നത്. US ജിയോളജിക്കൽ സർവേയിലെ പെട്രോളിയം ജിയോകെമിസ്റ്റായ ജെഫ്രി എല്ലിസ് ആണ് ഈ പഠനത്തിന്റെ പ്രധാന രചയിതാവ്. ഭൂമിക്കുള്ളിലെ അറകളിൽ 6.2 ട്രില്യൺ ടൺ ഹൈഡ്രജൻ വാതകം മറിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ അറിവുള്ള പെട്രോളിയം ശേഖരത്തിന്റെ ഏകദേശം 26 ഇരട്ടി വരും ഹൈഡ്രജൻ ഗ്യാസ് ശേഖരം എന്നത്. എന്നാൽ നിലനിൽക്കുന്ന ആകെയുള്ള പ്രതിസന്ധി എന്നത് ഈ ഹൈഡ്രജൻ ഗ്യാസ് ശേഖരമുള്ള ലൊക്കേഷൻ കൃത്യമായി അടയാളപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഭാവി ഇന്ധന ഉപഭോഗത്തിൽ നാഴികക്കല്ലായേക്കാവുന്ന സൂചനകളും പഠനം പ്രധാനമായും നൽകുന്നുണ്ട്. കുറഞ്ഞത് 200 വർഷം ലോകത്തിന് ഉപയോഗിക്കാൻ തക്ക ഊർജ്ജം ഹൈഡ്രജൻ ഗ്യാസ് ശേഖരം കരുതി വെച്ചിരിക്കുകയാണ്. ചില മേഖലകളിൽ ഭാവി ഇന്ധന ഉപഭോഗത്തിന് 30% ഹൈഡ്രജൻ ഗ്യാസ് വഹിച്ചേക്കുമെന്നാണ് പഠനത്തിൽ നിലനിൽക്കുന്ന പ്രധാന നിരീക്ഷണം. 2050 ആകുമ്പോഴേക്കും ഹൈഡ്രജൻ ഗ്യാസ് ഉപഭോഗം 5 മടങ്ങിലേറെ വർദ്ധിക്കുമെന്ന് ഗവേഷകർക്കിടയിലെ കണക്കുകൂട്ടലുകൾ. ഹൈഡ്രജൻ ചെറിയ തന്മാത്ര രൂപത്തിലായതിനാൽ ഭൂമിക്കുള്ളിൽ വലിയ അളവിൽ ശേഖരിക്കപ്പെടുകയും വളരെയധികം പ്രയാസകരമായിരിക്കും എന്നതിൽ മുൻ നിഗമനങ്ങൾ തള്ളിയിരിക്കുകയാണ് ഈ പുതിയ പഠനങ്ങളെല്ലാം. ഭൂമിക്കുള്ളിലെ പാറക്കെട്ടുകളിലുള്ള വിള്ളലുകൾ കാരണം ഹൈഡ്രജൻ ഭൂഗർഭത്തിൽ വലിയ അളവിൽ അടിഞ്ഞുകൂടില്ല എന്നതായിരുന്നു ശാസ്ത്രലോകം പ്രധാനമായും വിശ്വസിച്ചിരുന്നത്. എന്നാൽ സമീപകാലത്ത് അൽബേറിയയിലെയും പശ്ചിമാഫ്രിക്കയിലെയും കോംബ്രിയം ഖനികളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഹൈഡ്രജൻ ഭൂഗർഭ സംഭരണികളിൽ ഗണ്യമായ അളവിൽ ശേഖരിക്കപ്പെടുന്നുണ്ടാവും എന്നാണ്.